Hi friends, അങ്ങനെ റിയൽമി GT സീരീസിൽ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, റിയൽമി GT6. ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല കിടിലൻ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രൊസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രൊസസറാണ്. അതായത് ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ Xiaomi 14CV എന്ന് പറയുന്ന ഫോണിൽ കൊടുത്തിരിക്കുന്ന സെയിം പ്രൊസസർ തന്നെയാണ് ഈ ഒരു ഫോണിലും കൊടുത്തിരിക്കുന്നത്. അത് 42,000 പ്രൈസ് റേഞ്ചിലാണ് ആ ഒരു ഫോൺ വരുന്നത്. എന്നാൽ റിയൽമി GT6 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ വരുന്നത് 41,000 പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോണിയുടെ ക്യാമറയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ 5500 mAh ബാറ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 13 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിൽ NFC കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ VC കൂളിംഗ് എന്ന് പറയുന്ന ഫീച്ചർ ഒക്കെ വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് ഫോണാണ് റിയൽമി GT6 എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ 3.5mm ഓഡിയോ ജാക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഈ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫോണിന്റെ ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ ഒരു മെയിൻ സെൻസർ, സോണിയുടെ സെൻസർ ആണ്. അതുപോലെ 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്, അത് സോണി സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 50 മെഗാപിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസും കൊടുത്തിട്ടുണ്ട്, അത് സാംസങ്ങിന്റെ സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫോണിന്റെ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്യാമറയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി UI സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന് പറയുന്ന പ്രൊസസറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതായത് പോക്കോ F6 എന്ന് പറയുന്ന ഫോണിൽ ഈ ഒരു പ്രൊസസർ കൊടുക്കുന്നുണ്ട്, അത് പക്ഷേ 30,000 പ്രൈസ് റേഞ്ചിലാണ്. ഇനി ഈ ഒരു ഫോണിൽ IR ബ്ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 8GB 256GB 12GB 256GB 16GB 512GB എന്ന 3 വേരിയന്റ്സിലാണ് വരുന്നത്. പിന്നെ LPDDR5X റാം ആണ് കൊടുത്തിരിക്കുന്നത്, UFS 4.0 ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷെ അത്യാവശ്യം നല്ല മെമ്മറി കപ്പാസിറ്റി ഒക്കെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി നല്ല അപ്ഗ്രേഡഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.78 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് LTPO 1.5K AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്, 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ കർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 10 ബിറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്ന ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിന്റെ വെയിറ്റ് കൊടുത്തിരിക്കുന്നത് 199 ഗ്രാം ആണ്. അതുപോലെ ഈ ഒരു ഫോണിൽ IP65 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ കുറച്ച് AI ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5500 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഒന്നും അത്യാവശ്യം കുഴപ്പമില്ല, Type-C ചാർജിംഗ് പോർട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റോറേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 8GB 256GB പ്രൈസ് വരുന്നത് 14,999 ആണ്. അതുപോലെ 12GB 256GB പ്രൈസ് വരുന്നത് 42,999 ആണ്. അതുപോലെ 16GB 512GB പ്രൈസ് വരുന്നത് 49,999 ആണ്. അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ എടുക്കണോന്ന് ചോദിച്ചാൽ ഒരു 40,000 പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു ഫോണാണ് റിയൽമി GT6 എന്ന് പറയുന്നത്. കാര്യം ഇപ്പൊ ഗെയിമിംഗ് ഒക്കെ പ്രിഫർ ചെയ്യുന്നവർക്കും ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്കും ഒക്കെ എടുക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ഓൾറൗണ്ടർ അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണ് റിയൽമി GT6 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ. പേഴ്സണലി ഞാൻ ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഫോൺ എടുക്കാം. റിയൽമി ഫാൻസിന് എടുക്കാൻ പറ്റിയ നല്ലൊരു ഫോണാണ്. ഇപ്പൊ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിലും ക്യാമറയുടെ കാര്യമാണെങ്കിലും ബാറ്ററി ആണെങ്കിലും ഓൾറൗണ്ടർ അത്യാവശ്യം നല്ലൊരു ഫോണാണ് റിയൽമി GT6 എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്യുക.